ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ABUD സീരിയലിൻ്റെ 15ാമത്തെ എപ്പിസോഡാണ്. കഴിഞ്ഞ എപ്പിസോഡ് എൻ്റെ അടുത്ത് തന്നെയാണ് ഈ ഒരു എപ്പിസോഡ് സ്റ്റാർട്ടാകുന്നത്. എപ്പിസോഡ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഗാവോയുടെ റിപ്ലൈ ഒന്നും വരാത്തതുകൊണ്ട് ഷെന്ന് വീട്ടിൽ ചെന്നിട്ടും അവൻ്റെ ഫോൺ എടുത്ത് വെച്ച് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. വീണ്ടും ഗാവോയ്ക്ക് മെസ്സേജ് ഇടുന്നുണ്ട്. ഇതേ സമയം ഗാവോ ഉറങ്ങാനേ കിടക്കുമായിരുന്നു. ഈ മെസ്സേജ് വരുന്ന സൗണ്ട് കേട്ടിട്ട് അവൻ ഫോൺ എടുത്ത് നോക്കുന്നുണ്ട്. ഷെന്നപ്പോൾ അവന് വീണ്ടും ഇങ്ങനെ മെസ്സേജ് അയക്കുന്ന കാണുമ്പോൾ ഗാവോ എന്തോ ടൈപ്പ് ചെയ്യാനായി തുടങ്ങുന്നുണ്ട്. എന്നാൽ അവനതങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയാണ്. ആ സമയം ഷെന്ന് എങ്കിൽ പിന്നെ നീ ഉറങ്ങിക്കോ, ഗുഡ് നൈറ്റ്, നാളെ രാവിലെ റിപ്ലൈ തരണമെന്ന് പറഞ്ഞിട്ട് വീണ്ടും ഒരു മെസ്സേജ് ഇടുന്നുണ്ട്. അങ്ങനെ അടുത്ത ദിവസം രാവിലെ ആകുമ്പോഴത്തേക്കും ഷെൻ ഓഫീസിൽ ചെന്നുടനെ തന്നെ ഗാവോ ഇത്ര നേരമായിട്ട് ഉറക്കം എഴുന്നേറ്റില്ല, എന്തുകൊണ്ടാണ് റിപ്ലൈ വരാത്തതെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് അവൻ്റെ ഫോൺ നോക്കിക്കൊണ്ട് തന്നെ ഇരിക്കുന്നുണ്ട്. ഗാവോ ഒട്ടും റിപ്ലൈ വരാത്തതുകൊണ്ട് തന്നെ വീണ്ടും ഒരു മെസ്സേജ് ഇടുന്നുണ്ട്. അതായത് നീ റിപ്ലൈ തന്നില്ലെങ്കിൽ ഇനി ഞാൻ നിന്നെ ഒരിക്കലും വിളിക്കാനും വരത്തില്ല, നമ്മൾ യാതൊരു കണക്ഷനും ഇല്ലാന്ന്. എന്നാൽ ഒരു മെസ്സേജ് അയച്ചത് അവൻ തന്നെ അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയാണ്. എന്നിട്ട് വേറൊരു മെസ്സേജ് അയക്കുന്നുണ്ട്. നീ എനിക്ക് തരാനായിട്ട് കുറേ പൈസ ഉണ്ടല്ലോ, അത് നീ എപ്പോൾ തരുമെന്ന്, അതെങ്കിലും കണ്ടിട്ട് റിപ്ലൈ തരുമെന്ന് വിചാരിച്ചാണ് അവൻ ഇരിക്കുന്നത്. അതേസമയം ഗാവോ ആ ഒരു മെസ്സേജ് കണ്ടിട്ട് റിപ്ലൈ കൊടുക്കുന്നില്ല. പകരം അക്കൗണ്ടിൽ കുറേ ക്യാഷ് അയച്ചു കൊടുക്കുകയാണ്. ഗാവോയുടെ അച്ഛൻ ആ സമയം അവന് മെസ്സേജ് അയച്ചിട്ട് നീയൊന്നും എനിക്ക് ആവശ്യത്തിന് പൈസ തരത്തില്ലേ, ഞാൻ നിൻ്റെ അച്ഛനല്ലേ, എത്ര കാലമായി കുറച്ച് പൈസ അയച്ചു തരാനായിട്ട് നിന്നോട് ഞാൻ പറയുന്നു, നിന്നെ നിൻ്റെ ചേച്ചീനെയും ഞാൻ വെറുതെ വിടത്തില്ല എന്ന് പറയുന്നുണ്ട്. എല്ലാം കൂടെ കേട്ട് ഒരുമാതിരിയായിട്ട് ഗാവോ ദേഷ്യം വന്ന് അവൻ്റെ ഫോണിലെ സിമ്മ് ഊരി മാറ്റുന്നുണ്ട്. അതേസമയം ഷെന്ന് ഗാവോ ആണെങ്കിൽ പൈസ അയച്ചു കൊടുത്തെന്ന് ഒരു മെസ്സേജ് വന്നത് കണ്ടിട്ട് ദേഷ്യത്തിൽ നിൽക്കുകയാണ്. കാരണം അവൻ്റെ ഒരു റിപ്ലൈ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. എന്നാൽ റിപ്ലൈക്ക് വരും ക്യാഷ് അയച്ചു കൊടുത്ത കണ്ടിട്ട് ഇവന് നല്ല ദേഷ്യം വരുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ഷുവായുവിനെയും ഹുവായോങ്ങിനെയാണ്. ഇപ്പോൾ ഷുവായു ആണെങ്കിൽ ഹോസ്പിറ്റലാണുള്ളത്. കൂടെ ഹുവായോങ് ഇരിക്കുന്നുണ്ട്. ഹുവായോങ്ങിന് പരിക്ക് പറ്റിയെങ്കിലും ഷുവായുവിന് ബോധം വരുന്നവരെ താൻ അവൻ്റെ കൂടെ തന്നെ ഇരിക്കുമെന്ന് ഇങ്ങനെ പറഞ്ഞ് വാശിയിലിരിക്കുന്നുണ്ട്. ഡോക്ടർ പറയുന്നുണ്ട് വേറൊരു റൂമിലേക്ക് പോകണം, നിങ്ങൾക്ക് സർജറി ചെയ്യേണ്ട ആവശ്യമുണ്ടെന്നൊക്കെ. പക്ഷേ ഹുവായോങ് കേൾക്കുന്നേ ഇല്ല. ആ സമയം ഷുവായുവിന് ബോധം വരുന്നുണ്ട്. ഹുവായോങ്ങിനെ കണ്ടിട്ട് എന്ത് പറ്റിയെന്നൊക്കെ ഇനി ചോദിക്കുകയാണ്. എന്താണ് സംഭവിച്ചതെന്ന് ചോദിക്കുന്നുണ്ട്. ഹുവായോങ് പറയുന്നുണ്ട് നിങ്ങളുടെ ബ്രദർ കാരണമാണ്, അവൻ നിങ്ങളെ കൊണ്ട് കുടിപ്പിച്ച ഒരു വൈനിൽ അവൻ വിഷം കലക്കിയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് നിങ്ങളുടെ ബോധം പോയത്, നിങ്ങളുടെ ഗ്ലാൻഡ് അവൻ മുറിച്ച് കളയാൻ നോക്കി. ആ സമയം ഞാൻ അതിൻ്റെ ഇടയിൽ കയറി, അതുകൊണ്ടാണ് എനിക്കും ഇങ്ങനെ പറ്റിയത്, കുഴപ്പമില്ല, ഞാനാണെങ്കിൽ അതിൻ്റെ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്തു, പോലീസിനെ ഏൽപ്പിച്ചു, അവനെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തു എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണ് ഇവർ ഹോസ്പിറ്റലിലാണെന്ന് അറിഞ്ഞിട്ട് അങ്ങോട്ടേക്ക് ഇവരെ കണ്ടിട്ട് ഷെന്നും വരുന്നത്. ഷെന്നും ഷുവായും ഒത്തുപോകാത്തതുകൊണ്ട് തന്നെ അവിടെ വെച്ചൊരു അടി അടക്കാനൊക്കെ പോകുന്നുണ്ട്. എന്നാൽ ഹുവായോങ് ഒന്ന് മര്യാദയ്ക്ക് ഇരിക്കാനായിട്ട് അവരോട് പറയുന്നുണ്ട്. അതേസമയം തന്നെ ഹുവായോങ്ങിൻ്റെ ദേഹത്തുനിന്ന് ഒത്തിരി ബ്ലഡ് പോയതുകൊണ്ടും ഡോക്ടർ ഒത്തിരി നേരം പറഞ്ഞിട്ടും ഓപ്പറേഷന് പോകാത്തതുകൊണ്ടും അവനിപ്പോൾ പെട്ടെന്ന് ബോധം കെട്ടങ്ങ് വീഴുന്നുണ്ട്. അങ്ങനെ പെട്ടെന്ന് തന്നെ ഡോക്ടർ ഇവൻ്റെ ബ്ലഡ് ടൈപ്പ് എന്താണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയം ഷുവായു അവനും എന്നെപ്പോലെ ഒരു എസ് ക്ലാസ് ആൽഫയാണെന്ന് പറയുന്നുണ്ട്. എന്നാൽ അവൻ്റെ എസ് ക്ലാസ് ആൽഫ അല്ല എന്നൊരു സത്യം ഷെന്നിനും അവൻ്റെ അസിസ്റ്റൻറ്റിനും അറിയാമെന്നുള്ളതുകൊണ്ട് തന്നെ അവർ പെട്ടെന്ന് ഇനി എന്തായാലും മറച്ചു വെച്ചിട്ട് കാര്യമില്ല എന്നൊരു രീതിയിൽ അവനൊരു എനിമയാണെന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ ഷുവായു ഷോക്കായി പോവുകയാണ്. അടുത്ത് കാണിക്കുന്നത് ഗാവോ അവൻ്റെ ചേച്ചിയുടെ ഹോസ്പിറ്റലിൽ നിൽക്കുന്നതാണ്. ആ സമയം ഒരു നേഴ്സ് വന്ന് പറയുന്നുണ്ട് പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോകാനായിട്ട് പറ്റും, നല്ലതുപോലെ റിക്കവറായി വരുന്നുണ്ടെന്ന്. അങ്ങനെ ഒരു നേഴ്സ് പോയി കഴിയുമ്പോഴത്തേക്കും ചേച്ചിയാണെങ്കിൽ ഗാവോയോട് ചോദിക്കുന്നുണ്ട് നീ എന്താ വല്ലാണ്ടിരിക്കുന്നത്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ. ഗാവോ അപ്പോൾ ഒന്നുമില്ല എന്ന് പറയുമ്പോൾ എന്തേ ആ ഷെന്നാണെങ്കിൽ നിന്നെ വീണ്ടും ഇട്ട് ഭയങ്കരമായിട്ട് ജോലി ചെയ്യിപ്പിച്ചോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ ടൈമിന് ഗാവോ അത് പിന്നെ ഞാനാണെങ്കിൽ എൻ്റെ ജോലി രാജിവെച്ചു എന്ന് പറയുന്നുണ്ട്. ചേച്ചി ആ സമയം ഓ അത്രയേ ഉള്ളൂ, ഞാൻ വിചാരിച്ചെന്താ ഭയങ്കര കാര്യമാണെന്ന്, എന്തായാലും നീ രാജിവെച്ച് നന്നായി, ഇനി നീ അവിടെ കിടന്ന് കഷ്ടപ്പെടണ്ട, പിന്നെ ഞാൻ ഇനിയിപ്പോൾ റിക്കവറായിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തേക്ക് വരുമല്ലോ, ഞാൻ ജോലി ചെയ്തിട്ട് ഞാൻ നിന്നെ നോക്കിക്കോളാം എന്ന് പറയുന്നുണ്ട്. ആ സമയം ഗാവോ ആണെങ്കിൽ താൻ പ്രഗ്നൻ്റ് ആണെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. അവിടെ പിന്നെ എന്ത് സംഭവിച്ചു ഒന്നും കാണിക്കുന്നില്ല, നേരെ സീൻ കട്ടായിട്ട് കാണിക്കുന്നത് ഹുവായോങ്ങിൻ്റെ അസിസ്റ്റൻറ്റ് ചാങ്ങും പിന്നെ ഷെന്നും ഇരുന്ന് സംസാരിക്കുന്നതാണ്. ഇപ്പോൾ ഹുവായോങ് ആണെങ്കിൽ തലയിറങ്ങി വീണതുകൊണ്ട് തന്നെ അവൻ്റെ ഒരു ഓപ്പറേഷനൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അവൻ്റെ അടുത്ത് തന്നെ ഷുവായു ഇരിക്കുന്നുണ്ടെന്നൊക്കെ ഇപ്പോൾ ഇരുന്ന് ചാങ് പറയുന്നുണ്ട്. ആ ടൈമിന് ഷെന്നാണെങ്കിൽ ഹുവായോങ് അവനെക്കുറിച്ച് സ്വയം കെയർ ചെയ്യാറേയില്ല, എപ്പോഴും ഓരോ മണ്ടത്തരങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുമെന്ന് പറയുന്നുണ്ട്. അടുത്ത് ഹുവായോങ്ങിനെ കാണിക്കുകയാണെങ്കിൽ അവന് ഇതുവരെയായിട്ട് ബോധം വന്നിട്ടില്ല. അവൻ്റെ തൊട്ടടുത്ത് ഷുവായു ഇരിക്കുന്നുണ്ട്. ഹുവായോങ്ങിന് ചെറുതായിട്ട് അവൻ്റെ ബോധം തിരിച്ചു വന്ന് തുടങ്ങുന്നുണ്ട്. ആ ഒരു ടൈമിന് അവനാണെങ്കിൽ മുമ്പ് നടന്നൊരു കാര്യം ഇങ്ങനെ ആലോചിക്കുകയാണ്. അതായത് ഹുവായോങ് ഷുവായുവിൻ്റെ പുറകെ നടക്കുന്ന ടൈമിന് ഷുവായുവിന് ഭയങ്കരമായിട്ട് കരയുന്ന കണ്ണുകളെല്ലാം ഇങ്ങനെ കണ്ണീരോടെ ഇരിക്കുന്ന ആ ടൈപ്പ് വരുന്ന ഒമേഗാസിനാണ് കൂടുതൽ ഇഷ്ടം. അത് മനസ്സിലാക്കിയതോടെ ഹുവായോങ്ങും കരയാനുള്ള ശ്രമത്തിലായിരുന്നു. അപ്പോൾ ഒരു ദിവസം അവനിങ്ങനെ കണ്ണാടി എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ട അവൻ്റെ അടുത്ത് ഫോൺ ചെയ്ത് സംസാരിച്ച് അവൻ്റെ കസിൻ അങ്ങോട്ടേക്ക് വന്നിരിക്കുന്നുണ്ട്. അവൻ്റെ കസിനാണെങ്കിൽ നീ എന്തെങ്കിലും കണ്ണാടി നോക്കുന്നേ, എന്തേ സൗന്ദര്യം നോക്കുന്നതാണോ, ആരെങ്കിലും ആയിട്ട് ലവിലായോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ ടൈമിന് ആയി, നീ എനിക്ക് കരയുന്നത് എങ്ങനെയാണെന്ന് ഒന്ന് പറഞ്ഞു തരാമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ ടൈമിന് കസിനാണെങ്കിൽ നീ കരയുന്നത് ഞാൻ ഒരിക്കൽ പോലും കണ്ടിട്ടില്ല, സത്യം പറഞ്ഞാൽ നിനക്ക് കണ്ണീരൊന്നും വരത്തില്ലേ, ഞാനും എൻ്റെ പാർട്ട്ണറും അതിനെക്കുറിച്ച് ഇടയ്ക്ക് സംസാരിക്കുകയും ചെയ്തു, നമുക്ക് ഭയങ്കര ഹേർട്ടാവുന്ന ടൈമിന് കണ്ണീര് ഓട്ടോമാറ്റിക്കലി വരും, നമ്മൾ കരയും എന്നൊക്കെ പറയുന്നുണ്ട്. അതേസമയം അവിടെ ടേബിളിൽ കുറച്ച് സ്വീറ്റ്സ് ഇരിക്കുന്നുണ്ടായിരുന്നു, അത് ഈ കസിൻ എടുത്ത് കഴിക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊരു വായിക്ക് കൊള്ളത്തില്ലല്ലോ, ഇത് എവിടെ നിന്നാണ് വാങ്ങിച്ച് നോക്കുമ്പോൾ ഹുവായോങ് ഇത് താൻ ഉണ്ടാക്കിയതാണെന്ന് പറയുന്നുണ്ട്. പിന്നീട് ഹുവായോങ് ഒരു ദിവസം അവൻ്റെ റൂമിൽ ഇരുന്ന് ഷുവായുവിൻ്റെ ഒരു ഡ്രോയിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
ആ ടൈമിന് അങ്ങോട്ടേക്ക് ചാങ് വരുന്നുണ്ട്. ഒരു ഹോസ്പിറ്റലിൽ റിപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. അവനാണെങ്കിൽ കരയാത്തതുകൊണ്ട് തന്നെ തൻ്റെ കണ്ണിന് എന്തെങ്കിലും കുഴപ്പമുണ്ടെന്നൊക്കെ അറിയാനായിട്ട് ഹുവായോങ് ഒരു ഐ ടെസ്റ്റ് നടത്തിയായിരുന്നു. ഇപ്പം അതിൻ്റെ റിസൾട്ട് വന്നതാണ് ചാങ് ഹുവായോങ്ങിന് കൊണ്ടു കൊടുത്തത്. അതിൻ്റെ അകത്ത് അവനൊരു കുഴപ്പമില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ആ സമയം ഹുവായോങ് ചാങ്ങിൻ്റെ അടുത്ത് എങ്ങനെയാണ് കരയേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ ചാങ് പറയുന്നുണ്ട്, എന്തെങ്കിലും സഹിക്കാൻ പറ്റാത്ത വേദനകളൊക്കെ വരുമ്പോൾ നമ്മൾ കരയും, അങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ ലൈഫിലുണ്ടോ എന്നൊക്കെ. ആ ടൈമിന് ഹുവായോങ് ഷുവായുവിൻ്റെ അടുത്തേക്ക് പോകാൻ പറ്റാതിരിക്കുന്ന ടൈമിൽ എനിക്ക് ഭയങ്കരമായിട്ട് സഹിക്കാൻ പറ്റാത്ത പെയിൻ വരാറുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നീട് പ്രസൻറ്റ് സിറ്റുവേഷനിൽ കാണിക്കുമ്പോൾ ഇതൊക്കെ ഇങ്ങനെ ഓർത്തിട്ട് ഹുവായോങ്ങാണെങ്കിൽ പെട്ടെന്ന് കണ്ണ് ഓർക്കുന്നുണ്ട്. ഷുവായു അപ്പോൾ നീ ഓക്കെ ആണോ, അത് അനങ്ങണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഹുവായോങ്ങിൻ്റെ തൊട്ടടുത്തേക്ക് ചെന്നിരിക്കുന്നുണ്ട്. ഹുവായോങ്ങിൻ്റെ അടുത്ത് നീ ഓക്കെ അല്ലേ എന്ന് വെച്ചിട്ട് ഷുവായു താൻ ഡോക്ടറുടെ പോയി വിളിച്ചിട്ട് വരാമെന്ന് പറയുന്നുണ്ട്. എന്നാൽ ഹുവായോങ്ങാണെങ്കിൽ ഷുവായുവിനെ അവൻ്റെ അടുത്ത് നിന്ന് വിടാനായിട്ട് സമ്മതിക്കുന്നില്ല. ഷുവായു അപ്പോൾ നീ റെസ്റ്റ് എടുക്കുക, ഞാനിപ്പോൾ വരാമെന്ന് പറയുന്നുണ്ട്. എന്നാൽ ഹുവായോങ് അവനെ വിടാനായിട്ട് തയ്യാറാവുന്നില്ല. അതുകൊണ്ട് തന്നെ ഷുവായു ആണെങ്കിൽ നീ ഇങ്ങനെ ഹേർട്ടാവുന്ന കാണുമ്പോഴത്തേക്കും എനിക്ക് എന്തുമാത്രം സങ്കടമാവുന്നുണ്ടെന്ന് അറിയാവും, നിനക്കൊന്ന് നേരെ റെസ്റ്റ് എടുത്തൂടെ, ഞാൻ നിന്നെക്കുറിച്ച് ഓർത്ത് ടെൻഷൻ ആവുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ്റെ അടുത്ത് അവിടെ അടങ്ങി കിടക്കാനായിട്ട് പറയുന്നുണ്ട്. എന്നിട്ടും ഹുവായോങ് അതനുസരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഷുവായു ആണെങ്കിൽ നിനക്കാണെങ്കിൽ അവന് മുറിവ് വേദനിക്കുന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ആ ടൈമിന് ഹുവായു ഇല്ല ഞാൻ ഓക്കെയാണ്, നീ എൻ്റെ കൂടെ മാത്രം ഇരുന്നാൽ മതി എന്ന് പറയുന്നുണ്ട്. ആ ടൈമിന് ഷുവായു എങ്കിൽ ഓക്കെ, നീ അനുസരിക്കത്തില്ലല്ലേ എന്നിങ്ങനെ പറഞ്ഞിട്ട് അവിടെ സൈഡിലിരിക്കുന്ന ഒരു കത്തി എടുത്തിട്ട് അവന് സ്വയം കുത്താനായി പോകുന്നുണ്ട്. എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ നിനക്ക് ഹേർട്ടാകുമല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ ഹുവായോങ് അതേന്ന് പറഞ്ഞിട്ട് ആ ഒരു കത്തി കൊണ്ട് അവനൊന്നും ചെയ്യാതിരിക്കാനായിട്ട് ഹുവായോങ് ഷുവായുവിനെ തടയുന്നുണ്ട്. ഷുവായു അപ്പോൾ അതുപോലെ തന്നെയാണ്, നീ ഇങ്ങനെ വയ്യാതെ കിടക്കുന്ന സിറ്റുവേഷനിൽ ഇങ്ങനെ റെസ്റ്റ് എടുക്കാൻ പറയുമ്പോൾ ഇങ്ങനെ എഴുന്നേൽക്കുന്ന കാണുന്ന സമയത്ത് എനിക്ക് ഹേർട്ടാവും, അതുകൊണ്ട് തന്നെ മര്യാദയ്ക്ക് ഇരിക്കാനായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ പിന്നീട് അവൻ അടങ്ങിയിരിക്കുന്നുണ്ട്. പിന്നീട് ഒരു നേഴ്സിനെയൊക്കെ വിളിച്ചുകൊണ്ട് വരുന്നുണ്ട്. ഹുവായോങ്ങിൻ്റെ മുറിവെല്ലാം ചെക്ക് ചെയ്യുന്നുണ്ട്. ആ ഒരു ടൈമിൽ നേഴ്സ് ഷുവായുവിൻ്റെ അടുത്ത് ഒരിക്കൽ കൂടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. കാരണം ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ എവിടെ എന്തൊരു പ്രശ്നമുള്ളതുപോലെ കണ്ടിട്ട് പ്രഗ്നൻ്റ് ആണെന്നുള്ള പോലെയൊക്കെ ആയിരുന്നു, ഹോർമോൺ ലെവൽ കാണിച്ചതെന്നൊക്കെ പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോഴത്തേക്കും ഹുവായോങ് ആണെങ്കിൽ ചെറുതായിട്ടത് ചിരിക്കുന്നുണ്ട്. ഷുവായു അപ്പോൾ ഞാൻ പ്രഗ്നൻ്റ് ആവില്ല, ഞാനൊരു ആൽഫയാണെന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ ഹുവായോങ്ങിൻ്റെ ചിരി കാണുമ്പോഴത്തേക്കും ഷുവായുവിന് എവിടേക്കും ഒരു ഡൗട്ട് വരാണ്. കാരണം ഇപ്പോൾ ഹുവായോങ് ഒരു എരുമയാണെന്ന് ഷുവായുവിന് അറിയാതുള്ളതുകൊണ്ട് തന്നെ എങ്ങാനും തന്നെ പ്രഗ്നൻ്റ് ആയി കാണോ എന്നൊരു സമയം ഷുവായുവിനും വരുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ഷെന്നിനെയാണ്. ഷെന്നിപ്പോൾ ഹുവായോങ്ങിനെ കണ്ടിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചിറങ്ങാൻ നിൽക്കുകയാണ്. എന്നാൽ അതേ ഹോസ്പിറ്റലിലാണ് ഗാവോട് ചേച്ചി അഡ്മിറ്റഡ് ആണെന്ന് ഇവനറിയാം. ഗാവോ മെസ്സേജ് അയച്ചിട്ടോ വിളിച്ചിട്ടോ ഒന്നും എടുക്കാത്തതുകൊണ്ട് തന്നെ ഗാവോ ചിലപ്പം ചേച്ചി ഇവിടെ ഉണ്ടാകും, ഒന്ന് പോയി കണ്ടേക്കാന്ന് എഴുതിയിട്ട് നേരെ അങ്ങോട്ടേക്ക് ചെല്ലാണ്. അവൻ ആ ഫ്ലോറിലേക്ക് എത്തുമ്പോൾ ഗാവോ കറക്റ്റ് ബാത്റൂമിലേക്ക് നടന്നു വന്നത് കാണുന്നുണ്ട്. അങ്ങനെ ഗാവോ ഒരു പുറകെ ഇവനും പോകുന്നുണ്ട്. ആ സമയം ഗാവോ ബാത്റൂമിലേക്ക് പോയിട്ട് വോമിറ്റ് ചെയ്യുമായിരുന്നു. ഷെന്ന് ഗാവോയുടെ അടുത്തേക്ക് ചെന്നിട്ട് ഗാവോ നീ ഓക്കെ ആണെന്നൊക്കെ ഇങ്ങനെ ഡോറിൽ തട്ടി ചോദിക്കുന്നുണ്ട്. ഷെന്നാണെന്ന് മനസ്സിലാകുമ്പോൾ ഗാവോ ആണെങ്കിൽ ആ താൻ ഓക്കെ ആണെന്നുള്ള രീതിയിലൊക്കെ നിൽക്കുന്നുണ്ട്. അങ്ങനെ പിന്നീട് അവൻ പുറത്തേക്ക് വരുമ്പോഴത്തേക്കും ഷെന്നാണെങ്കിൽ എന്തോ ഇതിന് പ്രശ്നമുണ്ടോ, നീ എന്താ വല്ലാണ്ടിരിക്കുന്നത്, ഫുഡൊന്നും കഴിക്കാറില്ല എന്നൊക്കെ ചോദിക്കുമ്പോൾ ഗാവോ തനിക്കൊരു പ്രശ്നമില്ല എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ക്ലോസ് ആവാതെ ഇങ്ങനെ ഇരിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതേ ടൈമിന് ഗാവോയ്ക്ക് വീണ്ടും വോമിറ്റ് ചെയ്യണമെന്ന് തോന്നിയിട്ട് അവൻ പോയി വോമിറ്റ് ചെയ്യുന്നുണ്ട്. ആ ടൈമിന് എന്തോ ഇതിനും പ്രശ്നമുണ്ടോന്ന് ഇങ്ങനെ ഷെന്ന് ചോദിക്കുന്നുണ്ട്. ആ ടൈമിന് തനിക്കൊരു കുഴപ്പമില്ല, അത് ജസ്റ്റ് ഗ്യാസിൻ്റെ ഒരു പ്രോബ്ലമാണ്, താൻ ഓക്കെ ആണെന്ന് പറയുന്നുണ്ട്. എന്നാൽ ഗാവോ വല്ലാണ്ടിരിക്കുന്ന കണ്ടിട്ട് എന്തിനും പ്രശ്നം ഉണ്ടെങ്കിൽ പറയും, എന്തൊക്കെയായാലും നമ്മൾ ഒരുമിച്ച് പഠിച്ചതല്ലേ, ഞാൻ തന്നെ ഹെൽപ്പ് ചെയ്യാൻ തയ്യാറാണെന്നൊക്കെ ഷെന്ന് പറയുന്നുണ്ട്. എന്നാൽ ഗാവോ ഇല്ല ഒരു കുഴപ്പമില്ല, താൻ ഓക്കെ ആണെന്നൊക്കെ പറയുന്നുണ്ട്. ഷെന്ന സമയം പിന്നെ എന്തുകൊണ്ടാണ് ഞാൻ അയച്ച മെസ്സേജിനൊന്നും ഇനി റിപ്ലൈ തരാത്തത്, വിളിച്ചിട്ട് പോലും എടുത്തില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ അത് പിന്നെ ഞാൻ ചേച്ചിയുടെ കാര്യമൊക്കെ ആയിട്ട് കുറച്ച് തിരക്കായിപ്പോയി, അതുകൊണ്ട് എനിക്ക് മൊബൈലൊന്നും നോക്കാൻ പറ്റിയില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം ഷെന്നി എങ്കിൽ പിന്നെ നീ എങ്ങനെയാണ് കറക്റ്റ് ഞാൻ പൈസയുടെ കാര്യം ചോദിച്ച് മെസ്സേജ് ഇട്ടപ്പോൾ എനിക്ക് തിരിച്ച് ഇങ്ങോട്ടേക്ക് പൈസ അയച്ചു തന്നത് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ ടൈമിന് ഗാവോ അത് പിന്നെ പൈസ അടയ്ക്കാനുള്ള ടൈമായെന്ന് എനിക്ക് മനസ്സിലായിട്ട് ഞാൻ അയച്ചതായിരുന്നു, ഞാൻ മെസ്സേജ് കണ്ടില്ലായിരുന്നു അവൻ കള്ളം പറയുന്നുണ്ട്. പക്ഷേ എന്നെ വീണ്ടും അവനോട് സംസാരിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഗാവോ തനിക്ക് കുറച്ച് തിരക്കുണ്ട്, തന്നെ ഇത്രയും കാലം ഹെൽപ്പ് ചെയ്തതിനെല്ലാം താങ്ക്സ് എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. പക്ഷെ എന്നെ പറയുന്ന പോലും കേൾക്കാനേ നിൽക്കുന്നില്ല. അടുത്ത് ഹുവായോങ്ങിനെയും ഷുവാങ്ങിനെയും കാണിക്കുവാണെങ്കിൽ രണ്ടുപേരും ഇപ്പോൾ ഡോക്ടറിനോട് സംസാരിക്കാനായിട്ട് വരുന്നുണ്ട്. 3 ടെസ്റ്റ് ചെയ്തു, 3 ടെസ്റ്റിലും മനസ്സിലാക്കാൻ പറ്റുന്നത് ഷുവായു ആണെങ്കിൽ പ്രഗ്നൻ്റ് ആണെന്ന് തന്നെയാണ്. ഷുവായു ആണെങ്കിൽ ഇത് ഓർത്തിട്ട് ഇങ്ങനെ ദേഷ്യം വന്ന് ഷോക്ക് അടിക്കുന്നുണ്ട്. എന്നാൽ ഹുവായോങ്ങിന് ഭയങ്കര സന്തോഷമാണ്. എന്നാൽ ഡോക്ടർ പറയുന്നുണ്ട് ഫസ്റ്റ് ടൈമാണ് ഒരു എനിഗ്മയിൽ നിന്ന് ഒരു ആൽഫയ്ക്ക് കുഞ്ഞുണ്ടാകാൻ പോകുന്ന കാര്യമൊക്കെ വരുന്നത്, അതുകൊണ്ട് തന്നെ അതിനെപ്പറ്റിയുള്ള റിസർച്ചോ ഒന്നും തന്നെ നടന്നിട്ടില്ല, അതുകൊണ്ട് തന്നെ റിസ്ക് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, ആ കുഞ്ഞിനെ അങ്ങ് അബോർട്ട് ചെയ്ത് കളയാനായിട്ട് പറയുന്നുണ്ട്. അതെന്തോ ഹുവായോങ്ങിന് തീരെ ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് തന്നെ അവൻ ഡോക്ടറിനോട് എൻ്റെ കുഞ്ഞിനെ അബോർട്ട് ചെയ്ത് കളയാനാണോ താൻ പറയുന്നതെന്നൊക്കെ ചോദിച്ചിരിക്കുന്ന ദേഷ്യപ്പെടാൻ നിൽക്കുന്നുണ്ട്. എന്നാൽ ഷുവായാണെങ്കിൽ നീ മര്യാദയ്ക്ക് ഇരിക്കും, നിൻ്റെ അടുത്ത് ഞാൻ പിന്നീട് സംസാരിക്കാൻ വരാമെന്ന് പറഞ്ഞിട്ട് അവനെ ഒതുക്കി മാറ്റുന്നുണ്ട്. പിന്നീട് രണ്ടൊരു റൂമിലേക്ക് വരുമ്പോൾ ഷുവായു ശരിക്കും എന്താ കാര്യങ്ങളെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ഹുവായോങ് അപ്പോൾ പറയുന്നുണ്ട് അത് പിന്നെ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് നിങ്ങളെ പെർമനൻ്റ്ലി മാർക്ക് ചെയ്യേണ്ടെന്നൊരു സിറ്റുവേഷനിൽ ഞാനങ്ങനെ ചെയ്തു, പിന്നെ നമ്മൾ ഇൻറ്റിമേറ്റ് ആവുന്ന ടൈമിലും ഞാൻ പറഞ്ഞ പ്രൊട്ടക്ഷൻ യൂസ് ചെയ്യാമെന്ന്, അപ്പോൾ നീ വേണ്ടാന്ന് പറഞ്ഞു, അതുകൊണ്ടാണ് നീ പ്രഗ്നൻ്റ് ആയത്. പക്ഷേ നിന്നെ ഞാൻ കുറ്റം പറയുന്നില്ല, എൻ്റെ ഭാഗത്ത് തെറ്റുണ്ട്, നിന്നെ കണ്ടപ്പോൾ
അഭിനയെ കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല, എനിക്കെന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഹുവായോങ് ഇങ്ങനെയൊക്കെ പറയുന്നത് ഷുവായും സത്യം പറഞ്ഞ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലും അവ ഇഷ്ടപ്പെടാത്ത പോലെ ഇങ്ങനെ അഭിനയിക്കുകയാണ്. എന്നിട്ട് ഷുവായ് ചോദിക്കുന്നുണ്ട് ഇതിലൂടെ ഇനി എന്തെങ്കിലും മാറ്റങ്ങളോ എല്ലാം എനിക്ക് വരുമോ. ആ സമയം ഹുവായോങ് പറയുന്നുണ്ട് നിങ്ങളുടെ ആ ഒരു ഫെറോമോൺസ് പ്രൊഡ്യൂസ് ആവുന്ന ഒരു ടൈം പീരീഡ് ഞാനുമായിട്ട് സിങ്കായിട്ടായിരിക്കും പോകാൻ പോകുന്നത്. എനിക്കുണ്ടാകുന്ന അതേ ടൈമിലായിരിക്കും ഇനി മുതൽ നിങ്ങൾക്ക് വരാനായിട്ട് പോകുന്നത്. പിന്നെ എനിക്കുള്ള ആ ഒരു പവറിൽ 30% പവർ നിങ്ങൾക്ക് ഉണ്ടാകും. പിന്നെ എൻ്റെ 100% സ്നേഹവും നിങ്ങൾക്ക് കിട്ടും. പിന്നെ നമ്മുടെ മോനാണെങ്കിൽ പീനട്ട്, അവനാണെങ്കിൽ വലുതാകുമ്പോൾ എൻ്റെ എല്ലാ പവറും കാണും എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് അടുത്ത കൊച്ചിനുള്ള പേര് തീരുമാനിക്കാന്നൊക്കെ പറഞ്ഞാണ് ഇവൻ നിൽക്കുന്നത്. ഷുവായോങ് താനൊരു എനിഗ്മ എന്നുള്ള കാര്യമൊന്നും തന്നെ ഷുവായിനോടൊന്നും തന്നെ നേരത്തെ പറയാത്തതുകൊണ്ട് തൻ്റെ അടുത്ത് ഇനി കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ എന്നിട്ട് കൊന്നുകളയുമെന്ന് ഷുവായ് പറയുന്നുണ്ട്. ഹുവായോങ് അപ്പോൾ ഇല്ല ഇനി ഒരിക്കലും കള്ളം പറയത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കിസ്സൊക്കെ കൊടുക്കുന്നുണ്ട്, അവനെ സമാധാനിപ്പിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ഗാവോനെയാണ്. ഗാവോയും അവൻ്റെ ചേച്ചിയും കൂടെ ആയിട്ട് അവരുടെ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് അവർ വീട്ടിൽ നിന്ന് ഇറങ്ങാനേ നിൽക്കുന്നുണ്ട്. അപ്പോൾ ചേച്ചി പറയുന്നുണ്ട് നമുക്ക് തിരിച്ച് നമ്മുടെ നാട്ടിലോട്ട് പോകണ്ട, ഇവിടെ എവിടെയും തന്നെ നിൽക്കാം, ഇവിടെ ആകുമ്പോഴത്തേക്കും നല്ല ഹോസ്പിറ്റൽ ഫെസിലിറ്റീസ് ഉണ്ട്, അവിടെ ആകുമ്പോഴത്തേക്കും അതൊക്കെ കുറവായിരിക്കും എന്ന് പറയുന്നുണ്ട് ഗാവോ. അപ്പോൾ പക്ഷേ ഇവിടെ ഭയങ്കര എക്സ്പെൻസ് ആണ്, നമുക്ക് അവിടെ തന്നെ പോകാം, അവിടെ നല്ല ഹോസ്പിറ്റൽ ഫെസിലിറ്റി ഉണ്ട്, പിന്നെ എക്സ്പെൻസും കുറവാണെന്ന് പറയുന്നുണ്ട്. ആ സമയം ചേച്ചിയാണെങ്കിൽ പക്ഷേ നിൻ്റെ കുഞ്ഞിൻ്റെ കാര്യം നമുക്ക് നോക്കണ്ടേ, അവിടെ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറയുമ്പോൾ ഇല്ല നിൻ്റെ പഠിത്തത്തിൻ്റെ കാര്യങ്ങൾ നമുക്ക് നോക്കണ്ടേ എന്ന് പറയുന്നുണ്ട്. ആ സമയം ചേച്ചിയാണെങ്കിൽ നീ എൻ്റെ കാര്യം ആലോചിക്കേ വേണ്ട, നീ നിൻ്റെ കുഞ്ഞിനെക്കുറിച്ച് മാത്രം ആലോചിച്ചാൽ മതി, നമുക്ക് ഇവിടെ തന്നെ എവിടെയെങ്കിലും നിൽക്കാം. ബാങ്ക് എന്ന് പറഞ്ഞിട്ട് എല്ലാ സാറ്റർഡേയും ഫ്രീ ആയിട്ട് ക്ലിനിക്കൽ ടെസ്റ്റ് കൊടുക്കുന്ന ഒരു ഡോക്ടറുണ്ട്. ആ ഡോക്ടറുടെ ഫോൺ നമ്പർ എല്ലാം ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ നിനക്കാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ആ ഡോക്ടറെ പോയി മീറ്റ് ചെയ്യുകയും ചെയ്യാം, നമുക്ക് ഇവിടെ എവിടെയും തന്നെ ഏതെങ്കിലും ചെറിയ സ്ഥലം വാങ്ങിച്ച് താമസിക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട് ഞാൻ ആദ്യം വിചാരിച്ചത് നമുക്ക് തിരിച്ച് നാട്ടിൽ പോയിട്ട് അച്ഛൻ്റെ കൂടെ നിൽക്കാമെന്നാണെന്നാണ്. ആ സമയം ചേച്ചിയാണെങ്കിൽ നീ ഇപ്പോൾ അച്ഛനായിട്ട് കോൺടാക്ട് ഉണ്ടോ, അച്ഛന് നീ പൈസ കൊടുക്കാറുണ്ടോ എന്ന് വെച്ചപ്പോൾ ഇല്ല ഞാൻ അച്ഛന് പൈസ കൊടുക്കുന്നതൊക്കെ നിർത്തി, ഞാൻ എൻ്റെ ഫോൺ നമ്പറും ചേഞ്ച് ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്ന ഷെന്നിനെയാണ്. അവനിപ്പോൾ വീട്ടിൽ ഇരുന്നിട്ട് ഗാവോനെ കോൾ ചെയ്യുന്നുണ്ട്. ഇത്രയും ദിവസം കോൾ ചെയ്താൽ കോൾ എടുക്കാതെയൊക്കെയായിരുന്നു ഇരുന്നത്, എന്നാൽ ഇപ്പോൾ കോൾ ചെയ്യുമ്പോൾ പറയുന്നത് അങ്ങനെ ഒരു നമ്പർ എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നാണ്. ഷെന്നിന് എന്തോ അത് ഭയങ്കര ഒരു ഷോക്കായിരുന്നു. അവൻ എന്നാലും കണ്ടിന്യൂസ് ആയിട്ട് അതേ നമ്പറിൽ വീണ്ടും ഒന്ന് വിളിക്കുന്നുണ്ട് കുറേ തവണ, പക്ഷേ അപ്പോഴും ഇതേ സെയിം റെസ്പോൺസ് തന്നെയാണ്. അതുകൊണ്ട് ഷെന്ന് പിന്നെ ഹുവായോങ്ങിനെ കോൾ ചെയ്യാണ്. ഹുവായോങ് ഇതേ ടൈമിൽ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു വീട്ടിൽ നിന്നിട്ട്. ആ സമയം ഷെന്ന് വിളിക്കുമ്പോൾ എന്താ കാര്യം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ ടൈമിൽ ഷെന്ന് പറയുന്നുണ്ട് ഇതേപോലെ ഗാവോയുടെ നമ്പർ എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞു. എന്താ അതിൻ്റെ അർത്ഥമെന്ന്. ആ ടൈമിൽ ഹുവായോങ് അത് നിനക്കറിഞ്ഞൂടെ, അവൻ ആ നമ്പർ ഇപ്പോൾ ഉപയോഗിക്കുന്നില്ല, അത്ര തന്നെ, അത് അത്രയും കണ്ടുപിടിക്കുക ഇത്രയും പാടാണെന്നൊക്കെ ചോദിക്കുകയാണ്. എന്നപ്പോൾ താനിനെ എങ്ങനെ ഗാവോനെ കോൺടാക്ട് ചെയ്ത് ചോദിക്കുന്നുണ്ട്. ആ ടൈമിൽ ഹുവായോങ് ആണെങ്കിൽ നീ അവനെ കമ്പനിയിൽ നിന്ന് റിസൈൻ ചെയ്യാനായിട്ട് സമ്മതിച്ചല്ലേ, പിന്നെ നീ എന്തിനാ അവനിനി കോൺടാക്ട് ചെയ്യാൻ പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ കോൺടാക്ട് ചെയ്യാൻ പാടില്ലെന്ന് നിയമമൊന്നുമില്ലല്ലോ, എനിക്ക് അവനെ കോൺടാക്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് പറയാണ്. ആ ടൈമിന് നിനക്കും അവന് ഇഷ്ടമാണോ സത്യം പറയാനായിട്ട് ഹുവായോങ് ചോദിക്കുന്നുണ്ട്. ആ സമയം നീ എന്തൊക്കെയാണ് ചോദിക്കുന്നത്, അല്ല നിനക്കും അവന് ഇഷ്ടമാണെന്നോ, അപ്പോൾ അവനെ വേറെ ആർക്കെങ്കിലും ഇഷ്ടമുണ്ടോ എന്നിങ്ങനെ ഷെന്നി ചോദിക്കുകയാണ്. ഹുവായോങ് അപ്പോൾ നീ ശരിക്കൊരു മണ്ടനാ, നിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് കാര്യമേ ഇല്ല, എന്ത് പറയും നിൻ്റെ തലയിൽ കയറത്തില്ല, വച്ചിട്ട് പോകാനായിട്ട് പറയുന്നുണ്ട്. ആ ടൈമിന് ഷെന്നിയെ കോൾ കിട്ടിയല്ലേ, അവനെ എങ്ങനെ കോൺടാക്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് പറഞ്ഞു തരാനേ ആവശ്യപ്പെടുന്നുണ്ട്. ആ ടൈമിൽ ഹുവായോങ് എനിക്ക് സത്യം പറയാം നിനക്കാണെങ്കിൽ അവൻ ഇഷ്ടമാണെന്ന് ചോദിക്കുന്നുണ്ട്. ആ ടൈമിൽ വീണ്ടും ഷെന്ന് നീ എന്തൊക്കെയാണ് പറയുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. ഹുവായോങ് അപ്പോൾ നീ ഒന്ന് നന്നായിട്ടിരുന്ന് ആലോചിക്ക്, നിനക്ക് അവൻ ഇഷ്ടമാണോ ഇല്ലെന്ന്, എന്നിട്ട് നമുക്ക് പിന്നെ സംസാരിക്കാമെന്ന് പറയുന്നുണ്ട്. ഉടനെ തന്നെ ഓക്കെ ഞാൻ ആലോചിച്ചു എനിക്ക് അവനെ മീറ്റ് ചെയ്തേ പറ്റുള്ളൂ, എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ആ ടൈമിൽ ഹുവായോങ് അപ്പം നിനക്ക് അവൻ ഇഷ്ടമാണെന്ന് നീ സമ്മതിച്ചല്ലേ എന്നിങ്ങനെ പറയുന്നുണ്ട്. ആ സമയം ഷെന്നാണെങ്കിൽ മതി പറഞ്ഞത്, എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. ഹുവായോങ് അപ്പോൾ ഓക്കെ നിനക്കാണെങ്കിൽ അന്ന് രാത്രി നീയുമായിട്ട് ഇൻറ്റിമേറ്റ് ആയ ആ ഒരു ഒമേഗ ആരാണെന്ന് അറിയാമോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ ടൈമിന് എന്ത് പറ്റി, ആ ഒരു ഒമേഗേനെ CCTVയിൽ അന്വേഷിച്ചിട്ട് കിട്ടിയില്ലെന്നാണ് ഗാവോ പറഞ്ഞത്. ഇനി എങ്ങാനും ഞാൻ വിചാരിച്ച പോലെയാണോ, ആ ഒമേഗയും ഗാവോയും തമ്മിൽ പരിചയമുണ്ടോ, ഗാവോ ആണ് ആ ഒമേഗേനെ എൻ്റെ അടുത്തേക്ക് പറഞ്ഞയച്ചത് എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം ഹുവായോങ് നിന്നെ പോലൊരു പൊട്ടൻ ഞാൻ വേറൊരിടത്തും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ട് കാര്യം പറയുന്നുണ്ട്. ഗാവോയാണ് ആ രാത്രിയിൽ നിന്നോട് ഇൻറ്റിമേറ്റ് ആയ ഒരു ഒമേഗയെന്ന്. എന്നിനാണെങ്കിൽ അത് വിശ്വസിക്കാനേ പറ്റുന്നില്ല. ആ സമയം ഹുവായോങ് പറയുന്നുണ്ട് അതിൻ്റെ ഒരു ഫോട്ടോയും എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു, അത് ഞാൻ ഗാവോനെ കാണിച്ചതാണ്, ഗാവോയ്ക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അവനത് ഓപ്പണായിട്ട് പറയട്ടെ എന്ന് എഴുതിയിട്ടാണ് ഞാൻ മിണ്ടാതിരുന്നത്, അവനൊരു പക്ഷേ നിന്നോട് നിൽക്കാൻ താല്പര്യം ഉണ്ടാകത്തില്ല, അതുകൊണ്ട് തന്നെ ആയിരിക്കും അവർ റിസൈൻ ചെയ്ത് പോയത് എന്ന് പറയുന്നുണ്ട്. പക്ഷേ അപ്പോൾ അതെങ്ങനെ വരാനാ, അതൊന്നും സംഭവിക്കാൻ ചാൻസ് ഇല്ല എന്ന് പറയുന്നുണ്ട്. ആ ടൈമിന് ഹുവായോങ് പറയുന്നുണ്ട് എന്തായാലും കാര്യങ്ങൾ ഫിക്സ് ചെയ്യാൻ വൈകിപ്പോയി, പക്ഷേ നീയാണെങ്കിൽ എല്ലാം മനസ്സിലാക്കിയിട്ട് ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ നിനക്കാണെങ്കിൽ മേ ബി അവന് നിൻ്റെ കൂടെ നിർത്താനായിട്ട് പറ്റും, നീ വേണം ആലോചിക്കാൻ ബാക്കി കാര്യങ്ങളെന്ന് പറയുന്നുണ്ട്. ആ സമയം ഷെന്നാണെങ്കിൽ പക്ഷേ ഗാവോ ഒരു ബീറ്റയല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. ആ സമയം വീണ്ടും ഇവൻ എന്ത് പൊട്ടനാന്നുള്ള രീതിയിൽ നമ്മുടെ ഹുവായോങ് ആലോചിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് അത് പിന്നെ നിൻ്റെ ലൈഫ് ലോങ്ങിൽ നിൻ്റെ കൂടെ ഉണ്ടാകാൻ പോകുന്ന ഒമേഗ അവനായിരിക്കും, നീയാണെങ്കിൽ ഒന്നിൽ അവനെ കൂടെ നിർത്ത്, അല്ലെങ്കിൽ ലൈഫ് ലോങ് ഒറ്റയ്ക്ക് ജീവിച്ചോളാനായിട്ട് പറയുന്നുണ്ട്. അപ്പോഴാണ് ഷെന്നിന് കാര്യങ്ങളെല്ലാം സത്യം പറഞ്ഞ് പിടി കിട്ടുന്നത്. ആ സമയം ഹുവായോങ് ശരിയെന്നാ ബായ് എന്ന് പറഞ്ഞിട്ട് അവൻ കോൾ കിട്ടിയിട്ട് പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ഗാവോയുടെ അച്ഛനെയാണ്. ഇപ്പോൾ ഗാവോയുടെ അച്ഛനാണെങ്കിൽ അതിൻ്റെ അടുത്തേക്ക് സംസാരിച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്ന ടൈമിന് അയാൾക്ക് ഹോസ്പിറ്റലിൽ നിന്ന് ഒരു കോൾ വരുന്നുണ്ട്. അത് ആക്ച്വലി ഹോസ്പിറ്റലിലല്ല, ഒമേഗ പ്രൊട്ടക്ഷൻ കെയറിൽ നിന്ന് വിളിക്കുന്നൊരു കോളാണ്. എന്നിട്ട് പറയുന്നുണ്ട് നിങ്ങളുടെ മകൻ ഗാവോനെ കോൺടാക്ട് ചെയ്തിട്ട് കിട്ടുന്നില്ല, അതുകൊണ്ടാണ് നിങ്ങളെ വിളിച്ചതെന്നൊക്കെ. ആ ടൈമിൽ അയാൾ അതിന് എൻ്റെ മകൻ ഗാവോയും ഈ ഒമേഗ പ്രൊട്ടക്ഷൻ കെയറും തമ്മിൽ എന്താ ബന്ധമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്.
അങ്ങനെ ചോദിക്കാനായിട്ട് കാരണം മുമ്പത്തെ ഒരു ഫ്ലാഷ് ബാക്കിൽ നമ്മൾ കണ്ടിട്ടുണ്ട് ഗാവാണെങ്കിൽ ഒരു ഒമേഗയാണെന്നുള്ള കാര്യം സ്വന്തം അച്ഛനാണെങ്കിൽ ഇയാൾക്ക് അറിയത്തില്ല. ഇയാളുടെ അടുത്ത് നിന്ന് മറച്ചു വെച്ചാണ്. ഗാവയുടെ അമ്മ പറഞ്ഞതാണ് നീ നിൻ്റെ അച്ഛൻ്റെ അടുത്ത് ഈ കാര്യം തുറന്ന് പറയത്, കാരണം അവനൊരു ഒമേഗയിൽ പോയെന്ന് ഇറങ്ങി കഴിഞ്ഞാൽ ഇവൻ്റെ അച്ഛൻ ഇഷ്ടപ്പെടത്തില്ല, എന്തെങ്കിലും ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പം ഇങ്ങനെ വിളിക്കുമ്പോഴത്തേക്കും ഇയാൾക്കൊന്നും മനസ്സിലാവുന്നില്ല. ആ സമയം വിളിച്ച ആൾ പറയുന്നുണ്ട് ഇതേപോലെ ഗാവയ്ക്കാണെങ്കിൽ ഫെറോമോൺ ഡിസോർഡർ ഉണ്ട്, 2 ആഴ്ചയായി ഹോസ്പിറ്റലിൽ വന്നിട്ട് ഇപ്പോൾ ആ ഒരു ഡിസോർഡറും വെച്ചുകൊണ്ട് അവൻ പ്രഗ്നൻ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ അവന് മെഡിക്കൽ അറ്റൻഷൻ ഭയങ്കര ആവശ്യമാണ്, ഒന്ന് ഹോസ്പിറ്റലിലേക്ക് വരാനായിട്ട് ആവശ്യപ്പെടണമെന്ന് പറയുന്നുണ്ട്. അതും പറയും കോൾ കട്ട് ചെയ്യുമ്പോൾ ഇയാൾക്ക് എന്തൊക്കെയോ മനസ്സിലായെന്ന് തോന്നുന്നു. എന്തായാലും പിന്നീട് കാണിക്കുന്നത് ഹുവായോങ്ങിനെയാണ്. ഹുവായോങ് അവൻ്റെ വീട്ടിൽ ഇരുന്നിട്ട് എന്തോ ഡ്രിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിന് ചാങ് വന്നിട്ട് പറയുന്നുണ്ട് നിങ്ങൾ ഓർഡർ ചെയ്ത പരസ്യങ്ങളെല്ലാം എത്തിയിട്ടുണ്ടെന്ന്. പിന്നീട് കാണിക്കുന്നത് നാട് മൊത്തം അറിയിക്കുന്ന രീതിയിൽ ഹുവായോങ് ഷുവായിനെ പ്രപ്പോസ് ചെയ്യുന്നതാണ്, തന്നെ കല്യാണം കഴിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട്. പിറ്റേ ദിവസം ഷെന്നിൻ്റെ കമ്പനിയിലുള്ളവരെല്ലാവരും തന്നെ ഇതിനെപ്പറ്റിയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് അടിപൊളിയാണ് അടിപൊളിയാണ്, എന്ത് സൂപ്പറല്ലേ, എന്തായാലും നോ പറയാൻ പറ്റത്തില്ല, എസ് പറയുന്നൊക്കെ. അതേസമയമാണ് ഷെന്ന് അതുവഴി പാസ് ചെയ്ത് പോകുന്നത്. ഇവരപ്പോൾ ഈ പബ്ലിക്കായിട്ട് കൺഫസ് ചെയ്തു എന്നിങ്ങനെ പറയുന്നതൊക്കെ ശ്രദ്ധിച്ചിട്ട് ഷെന്ന് എന്തോ ഒരു കാര്യം നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ഷുവായിനെയാണ്. ഷുവായുടെ അച്ഛനാണെങ്കിൽ ഇപ്പോൾ തന്നെ മീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഹോസ്പിറ്റലിലേക്ക് വിളിച്ചു വരുത്തിയിട്ടുണ്ട്. അവൻ്റെ അച്ഛൻ ഇപ്പോഴും സ്റ്റേബിൾ ആയിട്ടുണ്ടെങ്കിലും ഹോസ്പിറ്റലിൽ തന്നെയാണ് അഡ്മിറ്റ് ആയിട്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങോട്ടേക്ക് ചെല്ലുമ്പോൾ ഷുവായാണെങ്കിൽ അവൻ്റെ അസിസ്റ്റൻ്റിൻ്റെ അടുത്ത് അച്ഛൻ എന്തെങ്കിലും കുഴപ്പമുണ്ടോയെന്ന് ചോദിക്കുന്നുണ്ട്. ആ ടൈമിന് ഇല്ല അച്ഛൻ ഓക്കെയാണ്, മേ ബി ആ ഒരു പ്രപ്പോസലിൻ്റെ കാര്യം അറിഞ്ഞിട്ട് ചോദിക്കാനായിട്ട് വിളിക്കുന്നതായിരിക്കും എന്ന് പറയുന്നുണ്ട്. അതും കാണിച്ചുകൊണ്ട് ഈ ഒരു എപ്പിസോഡ് ഇവിടെ എൻഡ് ആവുന്നുണ്ട്. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.